ഇത് കൊല്ലം മണ്ഡലമല്ലേ? കൊല്ലം മണ്ഡലം. ഈ കൊല്ലം മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് സാധ്യത? LDF, UDF, BJP? ഇത് LDF. എൻ്റെ ഇതില് പ്രേമേന്ദ്രൻ ജയിക്കുമെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു എന്തുവാ ഭൂരിപക്ഷം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യം അങ്ങനെ ജയിക്കാനാണ് സാധ്യത. കൊല്ലം മണ്ഡലത്തിൽ M. മുകേഷ് ജയിക്കേണ്ട ഒരു ചേഞ്ച് വേണം. ഇപ്പം 4 തവണ പ്രേമേന്ദ്രൻ പോയതാണ്. ഞങ്ങളുടെ ഇവിടെ ഒരു LP സ്കൂളിൽ ഒരു കഞ്ഞിപ്പര വയ്ക്കാനുള്ള ഫണ്ട് ചോദിച്ചിട്ട് തന്നില്ല. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഈ പഞ്ചായത്തിൽ പിന്നെ പ്രേമേന്ദ്രൻ്റെ യാതൊരു ഫണ്ടും വന്നിട്ടില്ല. അതെല്ലാം നമുക്കറിയാം. 18 MP അവിടെ പോയിട്ട് ഈ കൊണ്ടുവന്ന കരിനിയമങ്ങളെല്ലാം അവരിന്ന് പാസ്സാക്കിയല്ലാതെ അവരൊന്നും മിണ്ടിയില്ലല്ലോ. അത് നമുക്കറിയേണ്ടതേ. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോഴപ്പോഴും TV ഒക്കെ കാണുന്നവരല്ലേ നമ്മളൊക്കെ. അതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കണം. അതുകൊണ്ട് M. മുകേഷ് തന്നെ ജയിക്കണമല്ലേ. കൊല്ലത്ത് ആര് ജയിക്കാനൊക്കെ ആര് ജയിച്ചാലും നമുക്ക് വിലക്കയറ്റമാണ് മെയിൻ. ആര് വന്നാലും ഒരു വിലക്കയറ്റം കുറയ്ക്കണം. അതാണ് മെയിൻ. ആര് ജയിക്കാനാണ് സാധ്യത? ആര് ജയിക്കാനാകത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. അത് പക്കയായിട്ട് ഒരു ബിസിനസ് സ്ഥാപനമായതുകൊണ്ട് പക്കയായിട്ട് പറയാൻ പാടില്ലല്ലോ. എന്നാലും UDFന്റെ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഇപ്പോൾ മുകേഷും നല്ല പ്രവർത്തനമുണ്ട്. നല്ല എല്ലാ ആൾക്കാരും അദ്ദേഹത്തിന് സപ്പോർട്ടുള്ളതായി തോന്നുന്നു. ഒരു മാറ്റിവരണം വരട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്ക് കൊച്ചുമക്കൾക്ക് ജീവിക്കണ്ടായോ? നമ്മളെയൊക്കെ കാലം കഴിഞ്ഞ് നമ്മുടെ കൊച്ചുമക്കൾ ജീവിക്കണ്ടായോ? ഇപ്പൊ തന്നെ ആട്ടം ഓടുന്നത് 250, 280 രൂപ കൂടുതൽ ഞങ്ങൾ ആരും ഓടുന്നില്ല. ഇപ്പൊ 30,000 രൂപ വേണം വണ്ടി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ. അതിന് പോലും നിവൃത്തിയില്ലായിരിക്കുക. എന്ത് ചെയ്യാനൊക്കെ ഡീസലിന് വില കൂടുന്നു. കാര്യം എന്താ? മുകേഷ് സാറുണ്ട്. ആര് ജയിച്ചാലാണോ നമുക്ക് കണക്കാണ്. നമ്മൾ പണിയെടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നല്ല സ്ഥാനാർത്ഥിയാണ്. ഈ കൊല്ലം മണ്ഡലത്തിൽ എല്ലാവരും വോട്ട് കൊടുക്കുന്ന നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. കേന്ദ്രത്തിൽ ചെന്ന മോഡി സർക്കാരിനെതിരെ സംസാരിക്കാൻ വേണ്ടി നല്ലൊരു നേതാവാണ്. അതുകൊണ്ട് മുകേഷ് ജയിക്കുന്നു. മനസ്സിലായി. നല്ല കേരളത്തിൽ നല്ല സർക്കാരുണ്ട്. പിണറായി സർക്കാർ എന്തോ കുഴപ്പം ലോകം മൊത്തം അംഗീകരിക്കുന്നില്ല പുള്ളിക്കാരൻ. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ലേ പുള്ളിക്കാരനെ അംഗീകരിക്കുന്നത്. ഇല്ല അംഗീകരിക്കും. ഇല്ല, നല്ല സർക്കാരാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ ഇപ്പം 20 പേര് ഇരിക്കുന്നു, 15 പേരെങ്കിലും ജയിക്കും. കേന്ദ്രത്തിൽ പോയി സത്ത ഉയരാത്ത ആളുകളുണ്ട്. കോൺഗ്രസ്സുകാരും BJPക്കാരും ഇപ്പോൾ എന്തോ ശബ്ദം ഉയർത്തും. അത് ഈ ഇടതുപക്ഷം തന്നെ വേണം അവിടെ പോയി സംസാരിക്കാൻ. അതുകൊണ്ട് ഇടതുപക്ഷം തന്നെ പോയാലേ അവിടെ ശബ്ദം ഉയർത്തി പ്രതികരിക്കാൻ മോഡിക്കെതിരെ. ഇവിടുത്തെ സ്ഥിതി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ UDFനാണ് മുൻതൂക്കമുള്ളത്. നല്ല മത്സരമാണ്. ടൈറ്റ് മത്സരം. ആരും കൂടുതൽ സാധ്യത സാധ്യത നമുക്കിപ്പം പറയാൻ പറ്റുന്നില്ല. ഇപ്പം ഇച്ചിരി കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിയും നല്ല മത്സരമായിരിക്കും ഈ പ്രാവശ്യം. എൻ്റെ അഭിപ്രായത്തിൽ പ്രേമേന്ദ്രൻ തന്നെ ആയിരിക്കും UDF. പക്ഷേ ഭൂരിപക്ഷം വലുതായിട്ടൊന്നും കാണില്ല. പക്ഷെ ചെറിയ രീതിയിൽ കാണാൻ സാധ്യതയുള്ളൂ. മൂന്നും കോണോട് കോണുള്ള മത്സരമാണ്. ഞാൻ പറയും BJP. ഇവിടെ വോട്ടിടുന്നുണ്ട്. ജനങ്ങൾക്ക് ആർ നല്ലത് ചെയ്യുന്നുണ്ട് അവർ അത് വിജയിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ കഷ്ടങ്ങളെല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പൈസ ബുദ്ധിമുട്ടിയിരിക്കുക. അപ്പോൾ അതിൻ്റെ പേരിൽ അവരുടെ സംഘടനയെല്ലാം മാറ്റണം. എത്രയോ ആൾക്കാർ പാവപ്പെട്ടവരുണ്ട്. അപ്പോൾ അതിന് ഗവൺമെൻറ് അനുസരിച്ച് ജനങ്ങൾക്ക് ഏത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ അവർ വിജയിക്കണം. ദൈവം പ്രാർത്ഥിക്കുന്നു. മുകേഷ് അദ്ദേഹം നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ വീണ്ടും പ്രതീക്ഷയും അങ്ങനെ തന്നെ. 18 MP പോയത് നമ്മൾ അറിഞ്ഞില്ല. ഇവിടെ LDF ആണ്. കാര്യം എന്താ? കണ്ണൂർ നല്ല പ്രവർത്തനം ഞങ്ങളുടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് കാര്യത്തിനായാലും ഇവിടെ മറ്റുള്ളവരിൽ നിന്ന് ഒരു പ്രതികരണം നമുക്ക് ഇല്ല. ഒരു മാറ്റം വേണ്ടേ? ജനങ്ങൾ തീരുമാനിക്കുക, ജനങ്ങൾക്ക് അത് അറിയുകയും ചെയ്യാം, ജനങ്ങളത് കൈകാര്യം ചെയ്യുകയും ചെയ്യും. തീർച്ചയായും മുകേഷ് സാറായിരിക്കും ജയിക്കുന്നത്. ഇവിടെ ആര് ജയിക്കാനെന്ന് പറയാൻ ഇപ്പം ഉറപ്പ് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അതങ്ങനെയാണ്. അതുകൊണ്ട് ആര് ഭരണത്തിൽ വന്നാലും നല്ല കാര്യങ്ങൾ ചെയ്താൽ ജനങ്ങൾക്ക് വലിയ ഉപകാരമാകും. അതാണ്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കൊല്ലം മണ്ഡലത്തിൽ പ്രേമേന്ദ്രൻ ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. LDF. മുകേഷ് നല്ല സ്ഥാനാർത്ഥിയാണ്ട് ജയിക്കും. മുകേഷ് സാറ് പ്രേമേന്ദ്രനാണ് ചാൻസ്. ഇവിടുത്തെ പൊതുവെ ഉള്ള അഭിപ്രായം അനുസരിച്ച് പ്രേമേന്ദ്രനാണ് ചാൻസ് കൂടുതൽ പറയുന്നത്.
എൻ്റെ അഭിപ്രായത്തിൽ പ്രേമേന്ദ്രൻ ജയിക്കാനാണ് സാധ്യത. അതായത് ജനങ്ങളുടെ ഇടപെടൽ കൊണ്ടും മറ്റ് പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രേമേന്ദ്രനായിരിക്കും കൂടുതലും വിജയശതമാനം ഉണ്ടാകാൻ പോകുന്നത്. അതിനെപ്പറ്റി ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. വാശിയേറിയ പ്രവർത്തനങ്ങൾ 2-3 കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വ്യക്തമായൊരു ഉത്തരം ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല. BJP ജയിക്കണമെന്നാണ് ആഗ്രഹം. ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. എല്ലാം ജനങ്ങളെ ഇരിക്കുക. നിലവിലെന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇവിടെ കടന്നുകയറ്റം ഉണ്ടല്ലോ. അതുകൊണ്ട് വീണ്ടും UDF വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഒരു പക്ഷേ LDF ഒന്നും കൂടെ ഇല്ല. നേരത്തെ ഇലക്ഷൻ്റെ ഇത് വെച്ച് പറയുമ്പോൾ നല്ല പ്രവർത്തനമൊന്നുമില്ല. 2 പാർട്ടിക്കാരും തണുപ്പും പ്രതികരണം. ഒരു ഇലക്ഷൻ പ്രചരണമൊന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. ഇലക്ഷൻ ആണെന്ന് പോലും അറിയാൻ പോലും ഇല്ല. ജയിക്കുന്ന ആരാന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മുകേഷിനെയാണ്. മുന്നിലോട്ട് ഇടതുപക്ഷമൊക്കെ ചെല്ലണമെങ്കിൽ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് നേടാൻ പറ്റത്തുള്ളൂ.